രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 12-ാം അധ്യായം. യേഹൂവിൻ്റെ 7-ാം ആണ്ടിൽ യഹോവാശ് വാഴ്ച തുടങ്ങി. അവൻ യെരൂശലേമിൽ 40 സംവത്സരം വാണു. ബെർശേബക്കാരത്തിയായ അവൻ്റെ അമ്മയ്ക്ക് സിബ്യ എന്നു പേർ. യഹോയാദാ പുരോഹിതൻ യഹോവാഹാശിനെ ഉപദേശിച്ചു പോന്ന കാലത്തൊക്കെയും അവൻ യഹോവയ്ക്ക് ഇഷ്ടമായുള്ളത് ചെയ്തു. എങ്കിലും പൂജാഗിരികൾക്ക് നീക്കം വന്നില്ല. ജനം പൂജാഗിരികളിൽ യാഗം കഴിച്ചും ധൂപം കാട്ടിയും പോന്നു. യഹോവാശ് പുരോഹിതന്മാരോട് യഹോവയുടെ ആലയത്തിൽ നിവേദിതമായി പിരിഞ്ഞു കിട്ടുന്ന ദ്രവ്യമൊക്കെയും ഓരോ ആളെ മതിച്ച വിലയും യഹോവയുടെ ആലയത്തിൽ ഓരോരുത്തൻ കൊണ്ടുവരുന്ന സ്വമേധാദാനമായ ദ്രവ്യമൊക്കെയും ഓരോ പുരോഹിതനും താൻ്റെ പരിചയക്കാരോട് വാങ്ങി ആലയത്തിന് അറ്റകുറ്റം കാണുന്നിടത്തൊക്കെയും അറ്റകുറ്റം തീർക്കണമെന്ന് കൽപ്പിച്ചു. എന്നാൽ യഹോവാശ് രാജാവിൻ്റെ 23-ാം ആണ്ടിൽ പുരോഹിതന്മാർ ആലയത്തിൻ്റെ അറ്റകുറ്റം തീർത്തിട്ടില്ലായിരുന്നു. ആകയാൽ യഹോവാശ് രാജാവ് യഹോയാദാ പുരോഹിതനെയും ശേഷം പുരോഹിതന്മാരെയും വരുത്തി അവരോട്, നിങ്ങൾ ആലയത്തിൻ്റെ അറ്റകുറ്റം തീർക്കാതിരിക്കുന്നത് എന്ത്? ഇനി നിങ്ങൾ നിങ്ങളുടെ പരിചയക്കാരോട് ദ്രവ്യം വാങ്ങാതെ ആലയത്തിൻ്റെ അറ്റകുറ്റം തീർക്കേണ്ടതിന് അത് കൊടുപ്പീനെന്ന് പറഞ്ഞു. അങ്ങനെ പുരോഹിതന്മാർ തങ്ങൾ മേലാൽ ജനത്തോട് ദ്രവ്യം വാങ്ങാതിരിപ്പാനും ആലയത്തിൻ്റെ അറ്റകുറ്റം തീർക്കാതിരിപ്പാനും സമ്മതിച്ചു. അപ്പോൾ യഹോയാദാ പുരോഹിതൻ ഒരു പെട്ടകമെടുത്ത് അതിൻ്റെ മൂടിയിലൊരു ദ്വാരമുണ്ടാക്കി യാഗപീഠത്തിനരികെ യഹോവയുടെ ആലയത്തിലേക്കുള്ള പ്രവേശനത്തിൻ്റെ വലത്തുഭാഗത്ത് വെച്ചു. വാതിൽ കാക്കുന്ന പുരോഹിതന്മാർ യഹോവയുടെ ആലയത്തിലേക്ക് വരുന്ന ദ്രവ്യമൊക്കെയും അതിലിടും. പെട്ടകത്തിൽ ദ്രവ്യം വളരെയായി എന്ന് കാണുമ്പോൾ രാജാവിൻ്റെ രായസക്കാരനും മഹാപുരോഹിതനും കൂടെ ചെന്ന് യഹോവയുടെ ആലയത്തിൽ കണ്ട ദ്രവ്യമെണ്ണി സഞ്ചികളിൽ കെട്ടും. അവർ ദ്രവ്യം യഹോവയുടെ ആലയത്തിൻ്റെ പണി നടത്തുന്ന വിചാരകന്മാരുടെ പക്കൽ തൂക്കിക്കൊടുക്കും. അവർ അത് യഹോവയുടെ ആലയത്തിൽ പണി ചെയ്യുന്ന ആശാരിമാർക്കും ശില്പികൾക്കും കൽപ്പണിക്കാർക്കും കല്ലുവെട്ടുകാർക്കും യഹോവയുടെ ആലയത്തിൻ്റെ അറ്റകുറ്റം തീർപ്പാൻ വേണ്ടുന്ന മരവും ചെത്തിയ കല്ലും വാങ്ങുന്നതിനും ആലയത്തിൻ്റെ അറ്റകുറ്റം തീർപ്പാൻ വേണ്ടുന്ന ചെലവൊക്കെയും കഴിക്കുന്നതിനും കൊടുക്കും. യഹോവയുടെ ആലയത്തിൽ പിരിഞ്ഞു കിട്ടിയ ദ്രവ്യം കൊണ്ട് വെള്ളിക്കിണ്ണം, കത്രിക, കലം, കാഹളം എന്നിങ്ങനെ പൊന്നും വെള്ളിയും കൊണ്ടുള്ള യാതൊരു ഉപകരണങ്ങളും അവർ യഹോവയുടെ ആലയം വയ്ക്ക് ഉണ്ടാക്കാതെ പണി ചെയ്യുന്നവർക്ക് മാത്രം അത് കൊടുക്കും. അങ്ങനെ യഹോവയുടെ ആലയത്തിന് അറ്റകുറ്റം തീർക്കും. എന്നാൽ പണി ചെയ്യുന്നവർക്ക് കൊടുക്കേണ്ടതിന് ദ്രവ്യം ഏറ്റുവാങ്ങിയവരോട് അവർ കണക്ക് ചോദിച്ചില്ല. വിശ്വാസത്തിന്മേലായിരുന്നു അവർ പ്രവർത്തിച്ചു പോന്നത്. അകൃത്യയാഗത്തിൻ്റെ ദ്രവ്യവും പാപയാഗത്തിൻ്റെ ദ്രവ്യവും യഹോവയുടെ ആലയത്തിൽ കൊണ്ടുവന്നില്ല. അത് പുരോഹിതന്മാർക്കുള്ളതായിരുന്നു. ആ കാലത്ത് അരാം രാജാവായ ഹസായേൽ പുറപ്പെട്ട് ഗത്തിനെ യുദ്ധം ചെയ്തു പിടിച്ചു. ഹസായേൽ യെരൂശലേമിൻ്റെ നേരെയും വരേണ്ടതിന് ദൃഷ്ടി വെച്ചാറേ യെഹൂദാ രാജാവായ യഹോവാശ് തൻ്റെ പിതാക്കന്മാരായ യഹോശാഫാത്ത്, യഹോരാം, അഹസ്യാവ് എന്നീ യഹൂദാ രാജാക്കന്മാർ നിവേദിച്ചിരുന്ന സകല നിവേദിത വസ്തുക്കളും താൻ നിവേദിച്ചിരുന്ന വസ്തുക്കളും യഹോവയുടെ ആലയത്തിലെ ഭണ്ഡാരത്തിലും രാജധാനിയിലുമുള്ള പൊന്നൊക്കെയും എടുത്ത് അരാം രാജാവായ ഹസായേലിന് കൊടുത്തു. അങ്ങനെ അവൻ യെരൂശലേമിനെ വിട്ടുപോയി. യോവാശിൻ്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും യഹൂദാ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. യോവാശിൻ്റെ ഭൃത്യന്മാർ മത്സരിച്ച് കൂട്ടുകെട്ടുണ്ടാക്കി സില്ലായിലേക്ക് പോകുന്ന വഴിക്കലുള്ള മില്ലോ ഗൃഹത്തിൽ വെച്ച് അവനെ കൊന്നു. ഷിമയാത്തിൻ്റെ മകനായ യോസാഗാർ, ഷോമെരിൻ്റെ മകനായ യഹോസാബാദ് എന്നീ ഭൃത്യന്മാരായിരുന്നു അവനെ വെട്ടിക്കൊന്നത്. ദാവീദിൻ്റെ നഗരത്തിൽ അവൻ്റെ പിതാക്കന്മാരുടെ കൂടെ അവനെ അടക്കം ചെയ്തു. അവൻ്റെ മകനായ അമസ്യാവ് അവന് പകരം രാജാവായി തീർന്നു.